യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് സമ്മർ വെക്കേഷനൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്തല്ലോ. അപ്പോൾ നമ്മുടെ തിരുവല്ലയിൽ സമ്മർ ഫെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരുവല്ല മുനിസിപ്പൽ സ്റ്റേഡിയത്തിൻ്റെ അവിടെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഗൊറില്ലയുടെ ഒക്കെ വലിയൊരു സ്റ്റാച്ചു പോലത്തെ ഒരു സംഭവമൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഗുണ കേവിൻ്റെ ആ ഒരു തീമിലാണ് ഈ പ്രാവശ്യം സമ്മർ ഫെസ്റ്റ് അവർ തുടങ്ങിയിരിക്കുന്നത്. അതായത് അറിയാലോ, നമ്മുടെ മഞ്ഞുമൽ ബോയ്സിൻ്റെ ആ ഒരു തീം. അപ്പോൾ അതിനകത്തെ പാട്ടും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട് അവിടെ. പാട്ട് ഞാൻ കട്ട് ചെയ്തായിരുന്നു, കാരണം കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉണ്ട്. നമുക്ക് ടിക്കറ്റിന് 80 രൂപയാണ് വരുന്നത്. അതിൻ്റെ ഫ്രണ്ടിൽ ഗുണാക്കേവ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അതിനകത്തോട്ട് കയറുമ്പോൾ തന്നെ ഇരുട്ടാണ്, ഒരു ഗുഹ പോലത്തെയാണ്. പിന്നെ വവ്വാല്, പിന്നെ ഇങ്ങനെ ചിലന്തി വലയൊക്കെ പിടിച്ച പോലെയൊക്കെ ഇങ്ങനെ കയറ് പോലത്തെ സംഭവങ്ങളൊക്കെ കിടപ്പുണ്ട്. എനിക്ക് അപ്പോൾ സത്യം പേടിയായിരുന്നു. കാര്യം ഇന്നത്തെ പേടിപ്പിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ. സത്യം പറഞ്ഞാൽ അതിനകത്ത് കയറുമ്പം എന്താ നമുക്ക് പേടിപ്പിക്കുന്ന പോലൊക്കെ തോന്നുമെങ്കിലും വെട്ടം കുറവാണ്. പക്ഷേ അങ്ങനെ വലുതായിട്ട് കാര്യമായിട്ട് പേടിക്കാനൊന്നും ഇല്ല കേട്ടോ. പിള്ളേരൊക്കെ ചിലപ്പോൾ പേടിക്കുമായിരിക്കും. സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. ആ ഒരു ഏരിയ നമ്മൾ കവർ ചെയ്തു. ഇനി അടുത്ത് ഒരു ഫോറസ്റ്റ് പോലത്തെ ഒരു ഏരിയയാണ്. ഇത് കൊള്ളാം കേട്ടോ, നല്ല സൗണ്ട് എഫക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. മൃഗങ്ങൾ ഒക്കെ ഉണ്ട്. ഇത് കണ്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഒറിജിനൽ ക്യാമലാണെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. നല്ല ഒറിജിനാലിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് നല്ല രസമുണ്ട് കേട്ടോ. പിള്ളേർക്കൊക്കെ ആണെങ്കിൽ നല്ലതായിട്ടൊക്കെ ഇഷ്ടപ്പെടുന്നത്. ആ സൗണ്ട് എഫക്റ്റും ലൈറ്റ് എഫക്റ്റും ഒറിജിനൊരു കാറ്റിലേക്ക് നമ്മൾ പോയ ഒരു ഫീൽ ഉണ്ടായിരുന്നു ഇപ്പോൾ സത്യം. പിന്നെ അതിനകത്ത് തന്നെ അവതാറിൻ്റെ ഇങ്ങനെ ഓരോ രൂപങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ആദിവാസികളുടെ രൂപങ്ങൾ അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. അങ്ങനെ ആ സെക്ഷനും കഴിഞ്ഞ് പിന്നെ കുറേ ബുക്ക് സ്റ്റോള്, പിന്നെ നമുക്ക് ഫുഡിൻ്റെ സെക്ഷൻ, ഈ പഴയ കാലത്തെ മിഠായികൾ, പലഹാരങ്ങളൊക്കെ വിൽക്കുന്ന ഒരു സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ വള, കമ്മൽ അതൊക്കെ വിൽക്കുന്ന സെക്ഷന് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അടുത്ത് നമ്മൾ ഫുഡ് സെക്ഷനിലോട്ട് വന്നേക്കാണ്. അപ്പോൾ എന്ത് വാങ്ങിക്കണം എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചപ്പോൾ പാനിപ്പൂരി കഴിക്കാമെന്ന് പറഞ്ഞാൽ പോയത്. പക്ഷേ മസാലപ്പൂരിയാണ് നമ്മൾ വാങ്ങിച്ചത്. നമ്മൾ കഴിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ട്രൈ ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മസാലപ്പൂരി വാങ്ങിച്ചത്. നല്ലതായിരുന്നു കേട്ടോ. പിന്നെ പിള്ളേർക്ക് കളിക്കാൻ ഉള്ള സെക്ഷനൊക്കെ ഉണ്ട്, റൈഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ഒരു ഹൊറർ, ഒരു ഗോസ്റ്റ് ഹൗസ് പോലൊരു സംഭവമുണ്ട്. എനിക്ക് പൊതുവെ ഇതൊക്കെ പേടിയായതുകൊണ്ട് ഞാൻ ഇതിനകത്തൊന്നും കയറിയില്ല. പിള്ളേരുടെ ട്രെയിന്, ഇങ്ങനെ ഓരോ റൈഡ് കാര്യങ്ങൾ എല്ലാം ഉണ്ട് കേട്ടോ. ഇനി നിങ്ങൾ കാണുന്നത് എൻ്റെ ഒരു പട്ടി ഷോയാണ്. എവിടെ പോയാലും ഫോട്ടോ നമുക്ക് നിർബന്ധമാണല്ലോ അല്ലേ. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഗുണ കേവ് പിള്ളേർക്കൊക്കെ ആണെങ്കിൽ കൂടുതലും ഇഷ്ടപ്പെടും. കുഴപ്പമില്ല. ഒരാൾക്ക് 80 രൂപ ടിക്കറ്റിന് വരുന്നത്. അപ്പോൾ നമ്മൾ അവിടുന്ന് നമ്മളത് കണ്ട് ഇനി നേരെ